ഹായ് ഓൾ. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മൊഡ്യൂൾ 1-ലുള്ള ലാസ്റ്റ് ഫിലോസഫർ ലോഞ്ചിനസ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററാണ്, ഫിലോസഫറാണ്. സോ ലോഞ്ചിനസ്, whom Scott James refers to as the first romantic critic, is believed to have lived in the 3rd century AD. ഓക്കെ, ആളുടെ ഏറ്റവും വലിയ വർക്ക് ബട്ട് ദ ഫേമസ് ട്രീറ്റിസ് ഓൺ ദ സബ്ലൈൻ. ഓക്കെ, അതൊന്ന് മാർക്ക് ചെയ്യട്ടാ. ആളുടെ വർക്കുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഓൺ ദ സബ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. ലോഞ്ചിനസ് എന്ന് പറയുന്നത് ജെയിംസ് പറഞ്ഞിട്ടൊരു ഫിലോസഫർ ഇയാളെ വിളിച്ചൊരു പേരാണ്. അതായത് ആദ്യത്തെ റൊമാൻറ്റിക് ക്രിട്ടിക്, നമ്മുടെ റൊമാൻറ്റിക് പീരീഡിലുള്ള ക്രിട്ടിക്കുകൾ, വില്യം വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ഷെല്ലി, ഇവരൊക്കെ തൊട്ട് മുന്നേ ആദ്യം റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ ലോഞ്ചിനസ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ആള് അവർ ഇൻസ്പയർ ആയി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇയാളുടെ വർക്കിൽ റൊമാൻറ്റിസിസത്തിന്റെ ഒരു നമ്മളല്ലേ ഒരു അവശേഷിപ്പുകൾ അല്ലെങ്കിൽ ഏടുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാളെ ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിട്ടിക് എന്ന് എന്താണ് ടേം ചെയ്തിട്ടുള്ളത്. ഹീസ് കോൾഡ് ആസ് ദ ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിട്ടിക് ആൻഡ് ഹീസ് ഫേമസ് വർക്ക് ഈസ് ഓൺ ദ സബ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ് ആളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ അധികം ഇയാളെ കുറിച്ച് പറയണില്ല, വലിയ സീരിയസ് കാര്യങ്ങളൊന്നും അറിയണ്ട, ഈ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇയാളുടെ വർക്കിന്റെ കണ്ടന്റ് നോക്കിയാൽ മതി. ലോഞ്ചിനസ് ഓൺ ദ സബ്ലൈൻ ആസ് ട്രീറ്റീസ് ഈസ് കോൾഡ് ഈസ് റിട്ടൺ ഇൻ ഗ്രീക്ക് ആൻഡ് അഡ്രസ് ലൈക്ക് ഹൊറേസസ് ആർട്സ് പോയറ്റിക്ക ടു എ പോസ്റ്റുമസ് ടെൻറ്റിക്കസ്. അതായത് ഈ ഒരു വർക്ക് ഓൺ ദ സബ്ലൈം എന്ന വർക്ക് ആളുടെ ഗ്രീക്കിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതൊരു അഡ്രസ് ചെയ്തിരിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുള്ളത്. നമ്മൾ മറ്റാൾ ലെറ്റർ പോലെ എഴുതിയിട്ടുള്ള പറഞ്ഞല്ലോ ഹൊറേസ്, അപ്പോൾ ഇയാളും അതേപോലെ ഒരാളെ അഡ്രസ്സ് ചെയ്ത് ഇയാൾ ഒരാളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ പോലെയാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൽ പറയണ കാര്യങ്ങളാണ് അവിടെ തീമായിട്ട് പറഞ്ഞിട്ടുള്ളത്. The importance of this treatise lies in the fact that it raised some uncommon question about literature and its purposes and methods that had not been hitherto raised by Aristotle. അതായത് ഈ ഒരു ട്രീറ്റീസ്, ഈ ഒരു വർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അബൌട്ട് ലിറ്റററി തിയറീസ്, ലിറ്ററേച്ചർ, അതുപോലെ തന്നെ ലിറ്ററേച്ചറിന്റെ പർപ്പസ്, മെത്തേഡുകൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലുള്ള വർക്കാണ്. അതായത് അതുവരെ റൂളുകൾ എഴുതിയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുന്ന രീതിയിലുള്ള ഒരു വർക്ക് എഴുതിയിട്ടുള്ള ഒരു ക്രിയേറ്ററാണ് ലോഞ്ചിനസ് എന്ന് പറഞ്ഞത്. അതായത് മുന്നേ ചോദിക്കാത്ത ചോദ്യങ്ങൾ. ഫ്രം സബ്ജക്ട് മാറ്റർ ഓഫ് പോയട്രി ഓർ ഡ്രാമ, ലോഞ്ചിനസ് ടേൺ ദ അറ്റൻഷൻ ടു റെസ്പോൺസസ് ഓഫ് ദ റീഡർ. ലോഞ്ചിനസ് ആളുകളുടെ എന്താ പറയുക, ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകളുടെ പെർസ്പെക്റ്റീവിൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ തിയറി എങ്ങനെയാണ് എന്നാണ് ആൾ അനലൈസ് ചെയ്തത്. അല്ലാണ്ട് മറ്റവരൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയുക, അങ്ങനെയൊക്കെയാണ് പോയട്രി, ഇങ്ങനെയൊക്കെ ഡ്രാമ, ഇങ്ങനെയൊക്കെ ആയിരിക്കണം പെർഫെക്റ്റ് പോയട്രി, പെർഫെക്റ്റ് ഡ്രാമ എന്നിട്ട് പറയല്ലേ ചെയ്തത്. ഇയാളതല്ല. ഇയാൾ കുറച്ചുകൂടെ ആളുകൾ, റെസ്പോൺസ് ഓഫ് റീഡറിന്റെ നമ്മൾ അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ റീഡർ റെസ്പോൺസ് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് പോകും എന്നുള്ളത്. അപ്പോൾ റീഡേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് സംഭവം എന്ന് അനലൈസ് ചെയ്യാണ് ഇയാൾ ചെയ്തത്. ഓക്കെ, ഇനി ഇയാളുടെ വർക്കിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചിലപ്പോൾ എല്ലാം മാർക്ക് ചെയ്ത പോലെ കാണാം, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇയാളുടെ വർക്കിന്റെ പേരാണ് സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ. ഓക്കെ, ചിലപ്പോൾ ചോദ്യം ചോദിക്കാം, വാട്ട് ആർ ദ മേജർ കണ്ടന്റ്സ് ഇൻ സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ, ലോഞ്ചിനസ് സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ, അല്ലെങ്കിൽ ലോഞ്ചിനസ് കോൺട്രിബ്യൂഷൻ ടു സബ്ലിമിറ്റി എന്താണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, സോ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടിൽ ലോഞ്ചിനസ് ടൈം പോയട്രി വാസ് ഇൻവേരിയബിളി കൺസിഡർഡ് ടു ബി ഐദർ ഇൻട്രൂസിങ് ഓർ പ്ലീസിങ് ഓർ ബോത്ത്, ആൻഡ് ബോത്ത് പ്രോസ് വാസ് അക്സെപ്റ്റഡ് ടു പെർസ്വേഡ് ദ റീഡർ. ലോഞ്ചിനസ് എക്സ്പ്ലോർഡ് ബിയോണ്ട് ദീസ് 3 പോയിന്റ് ഫോർമുലാസ്. അതായത് ലോഞ്ചിനസിന്റെ ടൈം വരെ പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇൻസ്ട്രക്റ്റിംഗ് ആയിരിക്കണം പോയട്രി, അല്ലെങ്കിൽ പ്ലീസിങ് ആയിരിക്കണം. ഓക്കെ, പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ. നമ്മുടെ പഴയ ആളുകളൊക്കെ പറഞ്ഞിട്ടില്ലേ, മോറൽസ് വേണം, മോറൽ വിട്ട് കളിക്കരുത്, മോറലാണ് പോയട്രിയിൽ കൊടുക്കേണ്ടത്, ഇമ്മോറൽ കാര്യങ്ങൾ പറയരുത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്ലീസിങ് ആയിരിക്കണം, ബാക്കിയുള്ളവരെ പ്ലീസ് ചെയ്യണം, അവരെ ഹേർട്ട് ചെയ്യരുത്, ബാക്കിയുള്ളവർക്കൊരു താക്കീതാവരുത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലാവരുത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പോയട്രി ലോഞ്ചിനസിന്റെ ടൈം വരെ ഭയങ്കര ഇൻസ്ട്രക്റ്റിങ്ങും പ്ലീസിങ്ങും ആയിരുന്നു. അതുപോലെ തന്നെ പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുന്ന ആളെ ഇങ്ങനെ പേഴ്സ്വേഡ് ചെയ്യണം, അതായത് കൂടെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാനായിട്ട് ആളെ നമ്മളിങ്ങനെ താങ്ങി എഴുതണ പോലെ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഇയാൾ ഈ 3 പോയിന്റുകളിൽ നിന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇയാളുടെ തിയറി എക്സ്പ്ലോർ ചെയ്തത്. അതിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമിറ്റി. ഓക്കെ, സബ്ലിമിറ്റി ഞാൻ വരച്ചത് മാത്രം വായിക്കണുള്ളൂ കേട്ടോ, അതാണ് ആവശ്യമുള്ളൂ. സബ്ലിമിറ്റി, ഹി സേസ്, consist of a certain distinctions.
സബ്ലിമിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അത് നോർമൽ ലിറ്ററേച്ചറിന് ഡിസ്റ്റിങ്ഷൻസ് ഉള്ളതാണ്, വ്യത്യാസമുള്ളതാണ്. എക്സലൻസ് ഇൻ എക്സ്പ്രഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ട്രാൻസ്പോർട്ട് ഓർ മൂവ് ദ റീഡർ ടു എക്സ്റ്റസി ദാറ്റ് മാർക്സ് ദി ഇറസിസ്റ്റബിൾ മാജിക് ഓഫ് സ്പീച്ച് വിച്ച് ലോഞ്ചിനസ് കോൾ സബ്ലൈം. ഓക്കെ, അതായത് നമ്മൾ ലിറ്ററേച്ചറിൽ, ഓക്കെ, ഇവർ പലരും പറയാത്തൊരു സംഭവമുണ്ട്. അതായത് എന്താണ് കപ്പാസിറ്റി ടു ട്രാൻസ്ഫോം ഓർ മൂവ് ദ റീഡർ ടു എക്സ്റ്റസി. ഒരു വായനക്കാരനെ എന്താണ് എക്സ്റ്റസി എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് വായിച്ച് അത്രയും നമ്മൾ എൻജോയ് ചെയ്യുന്ന, നമ്മൾ എക്സ്റ്റസി എന്ന് പറഞ്ഞ വേർഡിന്റെ മലയാളം മീനിങ്സ് വെച്ചിട്ട് മനസ്സിലാവും. പരമാനന്ദം. നമ്മളത് വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചില സിനിമകൾ, ചില പാട്ടുകൾ, ഈവൻ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മൾ എക്സ്റ്റസി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് പോകും. നമ്മൾ ഹാപ്പിനെസ് കൊണ്ട് മറക്കും, സിറ്റുവേഷൻ മറക്കും. അപ്പോൾ എന്താണ്, ഇതിനെയാണ് ഇയാൾ സബ്ലിമിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കണത്. അതായത് ഈ ക്വാളിറ്റി ലിറ്ററേച്ചറുകളിൽ ഉണ്ടാവണം. അതിനെയാണ് ഈ സബ്ലിമിറ്റി ലിറ്ററേച്ചറിൽ ആൾ പ്രൊമോട്ട് ചെയ്തത്. ഒരു പരമാനന്ദം ഉണ്ടാവണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദിസ് കപ്പാസിറ്റി ടു ട്രാൻസ്പോർട്ട് ഓർ മൂവ് the reader to ecstasy that marks the irresistible magic of speech which Longinus calls sublime. സ്പീച്ച് കൊണ്ട് ഒരു വ്യക്തിയെ എക്സ്റ്റസിയിലേക്ക് നീക്കാൻ കഴിവുള്ള ആ ഒരു സ്കില്ലിനെയാണ് ഇയാൾ സബ്ലൈം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇഫ് ദ റീഡർ ഈസ് സ്പെൽ ബൗണ്ട് ബൈ വാട്ട് ദ റൈറ്റർ സേ, സോ ഹി ക്യാൻ നൈദർ തിങ്ക് നോർ ഫീൽ എക്സ്പെക്ട് വാട്ട് ദ റൈറ്റർ തിങ്സ് ഓർ ഫീൽസ് ദ വർക്ക് ഹാസ് ദ ക്വാളിറ്റി ഓഫ് ദ സബ്ലൈം. എന്നിട്ട് ആൾ പറയുന്നുണ്ട്, വായിക്കുന്ന ആൾക്ക് ഒരു എഴുത്തുകാരൻ എഴുതിയ വർക്ക് വായിച്ചതിന് ശേഷം എന്താണ് ഒരു സബ്ലൈം സ്റ്റേറ്റിലേക്ക്, അതായത് ഒരു എക്സ്റ്റസി സ്റ്റേറ്റിലേക്ക്, ഹി ക്യാൻ നൈദർ തിങ്ക് നോർ ഫീൽ എക്സെപ്റ്റ് വാട്ട് ദ റൈറ്റർ തിങ്സ്. റൈറ്റർ എഴുതിയതല്ലാതെ വേറൊരു കാര്യം ഇവന്റെ പേഴ്സണൽ ലൈഫിലുള്ളത് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ഓർക്കാനോ അവൻ ആ വർക്ക് വായിക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. ചില സിനിമകൾ കാണുമ്പോഴേ നമ്മൾ നമ്മുടെ ലൈഫൊക്കെ മറന്നു പോകും ആ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അവിടെ ആ വർക്ക് അവിടെ പോർട്രേ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അത് ആ എഴുത്തുകാരന്റെ കഴിവാണ്. സോ അങ്ങനെയുള്ള വർക്കിനെയാണ് സബ്ലൈം വർക്കുകൾ എന്ന് ആള് വിളിക്കണത്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇഫ് ദ റീഡർ ഈസ് സ്പെൽ ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ ഒരു 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 വാക്ക് പോലും പറയാതെ വായ അടച്ചു പോവുക. ഇഫ് ദ റീഡർ ഈസ് സ്പെൽ ബൗണ്ട് ബൈ വാട്ട് ദ റൈറ്റർ സേ, എന്താണോ എഴുത്തുകാരൻ പറയുന്നത് അത് കേട്ട് വായിച്ച് അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ ഒന്നും പറയാനില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഓക്കെ, അത്തരം വർക്കുകൾ, ദ വർക്ക് ഹാസ് ദ ക്വാളിറ്റി ഓഫ് സബ്ലൈം, അങ്ങനത്തെ വർക്കുകൾക്കാണ് സബ്ലിമിറ്റി ഇൻ ലിറ്ററേച്ചർ ഉള്ളൂ. ഇതാണ് ആളുടെ വർക്കിന്റെ പ്രധാനമായിട്ടുള്ള തീം. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വൈൽ പ്ലാറ്റോ ഹാഡ് ഡൗട്ടഡ് അബൌട്ട് മോറൽ കോൺസിക്വൻസ് ഓഫ് ഇൻഫ്ലുവൻസ് ദ പോയട്രി ഇൻസിസ്റ്റഡ് ഇൻ ദ റീഡർ, ലോഞ്ചിനസ് വാസ് നോട്ട് കൺസേൺഡ് അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. പ്ലാറ്റോ പക്ഷെ ഈ കാര്യത്തെ എതിർക്കുക ചെയ്യണത്. ഒരിക്കലും നമ്മൾ നമ്മുടെ റിയാലിറ്റി മറന്നിട്ട് ഒരു വർക്കിൽ തലയിടരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഓർമ്മയില്ലേ? പ്ലാറ്റോ ഭയങ്കര കർക്കശക്കാരനാണ്. പക്ഷെ ഇയാൾ അങ്ങനെയല്ല പറയണേ. ഇയാൾ പറയണത് അതൊരു കുഴപ്പമില്ല, അത് ആ എഴുത്തുകാരന്റെ കഴിവാണ് ഒരാളെ അയാളുടെ റിയാലിറ്റി മറക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ മറക്കാൻ ഒരു എഴുത്തുകാരൻ എന്താണോ എഴുതിയിട്ടുള്ളത് അതിനെ അതേ വേവ് ലെങ്ത്തിൽ വായനക്കാരനെയും കൊണ്ടുപോകാൻ കഴിവുണ്ടെങ്കിൽ, അയാളുടെ ജീവിതത്തെ കുറിച്ച് മറന്ന് അയാളെ കൊണ്ടുപോകാൻ കഴിവുണ്ടെങ്കിൽ അത് അയാളുടെ ബെസ്റ്റ് ക്വാളിറ്റി ആണെന്നാണ് ലോഞ്ചിനസ് പറഞ്ഞിട്ടുള്ളത്. ഈ സാധനമാണ് റൊമാൻറ്റിക് തിയറി അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞ തിയറിയിൽ പറയണ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഓക്കെ, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാതെ വരുമ്പോൾ കേട്ടോ. പക്ഷെ അറിഞ്ഞിരിക്കുക, റൊമാൻറ്റിസിസം ആയിട്ട് കണക്ഷൻ ഉണ്ട് ഈ സബ്ലിമിറ്റി ലിറ്ററേച്ചർ ആയിട്ട് ലോഞ്ചിനസിന്റെ. Then it excites, moves, transports and elevates the reader to another level of experience. അത്തരം സബ്ലൈം ആയിട്ടുള്ള വർക്കുകൾ എന്തൊക്കെ ചെയ്യും? നമ്മളെ എക്സൈറ്റ് ചെയ്യും, നമ്മളെ മൂവ് ചെയ്യും. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യും അല്ലേ? ചില സിനിമകൾ നമ്മളെ കണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇരുന്ന് പോകും, വേറെ ലോകത്ത് പോയ പോലെ. അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്പോർട്ട്സ് ആൻഡ് എലിവേറ്റ്സ്, നമ്മളെ വേറൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകും, വേറൊരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് തരും. When men who differ in their habit and have different tastes, pursuits and aspirations and are of different ages hold the same view about same writing, then this unanimous verdict of such discordant judges give irresistible authority to the favorable verdict. എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇത്തരം വർക്കുകൾ കാണുമ്പോൾ, ഓക്കെ, എൻ്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ പറയണം, ഇത്തരം വർക്കുകൾ കാണുമ്പോൾ പല ഒപ്പീനിയനുള്ള പീപ്പിൾ, ഓക്കെ,
people with different opinion, different perspective, different lifestyles, they all connect with a single topic and everything is in harmony. ഓക്കെ, നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ പല പല രീതിക്ക് ചിന്തകളുള്ള ആളുകളായിരിക്കും. പക്ഷെ എല്ലാവരും ഈ ഒരു സംഭവം സിനിമ നല്ലതാണെങ്കിൽ ഒറ്റ രീതിക്കാണ് ആ സിനിമ ആസ്വദിക്കുള്ളൂ. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാനുള്ളത് പല ടൈപ്പ് ഓഫ് സോഴ്സുകൾ, ഈ സബ്ലൈം ഫീച്ചേഴ്സിന് വേണ്ട സോഴ്സുകൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വരിക എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, Longinus society of sublime was deeply embedded in the classical Greek-Roman motion of Delphic rapture or the divine madness. ഓക്കെ, അതെന്താണുള്ളത് ഇനിയാണ്. അതായത് ഇയാളുടെ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വന്നത് ഗ്രീക്ക് റോമൻ കൃതികളിൽ കണ്ടിട്ടുള്ള ഡെൽഫിക് റാപ്ചേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ മാഡ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ നിന്നാണ്. അതായത് ഡെൽഫിക് ഒറാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാവി പ്രവചിക്കാൻ കഴിവുള്ള ആളുകളെയാണ് ഈ ഡെൽഫിക് ഒറാക്കിൾസ് എന്ന് പറയാം. അത് പണ്ടത്തെ ഗ്രീക്ക് റോമൻ വർക്കുകളിൽ എല്ലാത്തിലും ഒരു മാജിക് കഴിവുള്ള ഒരാളുണ്ടാവും, പ്രവാചകൻ പോലത്തെ. പ്രവാചകനല്ല, കുറച്ച് മാജിക്കൽ കഴിവുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് ഇത്തരം മാജിക് കൊണ്ട് ആളുകളെ അല്യൂർ ചെയ്യാൻ പറ്റും, മയക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ വർക്കുകളിൽ നിന്നിട്ടാണ് ഇയാൾ ഈ കോൺസെപ്റ്റ് എടുത്തിട്ടുള്ളത്. ഇതിൽ പറഞ്ഞത് തന്നെയാണല്ലോ, ഒരു വർക്ക്, ഒരു എഴുത്തുകാരൻ്റെ വർക്ക് എഴുതുന്ന അതേ സാധനം അതേപടിയിൽ ഒരാൾ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒറിജിനായിട്ട് ഇയാൾ എടുത്തിട്ടുള്ളത്. വിച്ച് ക്യാരിഡ് ദ ബ്രെത്ത് ഓഫ് ഗോഡ് ആൻഡ് പ്രൊവൈഡ് എക്സ്പീരിയൻസസ് ഓഫ് വാട്ട് ഈസ് പെർസ്വേഡിങ്. അതായത് അങ്ങനത്തെ കാലഘട്ടത്തിൽ എന്താണ് പൊസസ്ഡ് ആയിട്ടുള്ള പോയറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് എന്താണ് ദൈവത്തിൻ്റെ ശ്വാസം ദൈവം പൊസസ് ചെയ്തിട്ടുള്ള, അതായത് നമ്മൾ ഈ ബാധ കയറി കഴിയുന്ന കോൺസെപ്റ്റിനാണ് പൊസസ്ഡ് എന്ന് പറയുക. ഓക്കെ, അതായത് ഒരു മിത്താണത്. പണ്ട് കാലത്ത് അങ്ങനത്തെ എഴുത്തുകാരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അതേ കഴിവ് ദൈവം ഒരു, നമ്മൾ പറയില്ല, ഒരു ബാധയൊക്കെ കയറുന്ന പോലെ അല്ലെങ്കിൽ ഒരു മാജിക്കൽ കഴിവായിട്ട് കൊടുക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഭയങ്കര പേഴ്സ്വേഡിങ് കഴിവാന്ന് പറയും. അപ്പോൾ നല്ല എഴുത്തുകാർക്ക് എല്ലാവരും അങ്ങനെ പറയാം. നല്ല എഴുത്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കഴിവുള്ള ആളുകളാണ്. പാട്ടുകാരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്, അവരൊക്കെ പറയില്ല ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള അവരാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ബിലീഫ് ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതായത് ദൈവികമായി കിട്ടുന്ന ഒരു കഴിവാണ് റൈറ്റിംഗ് അല്ലെങ്കിൽ ആർട്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളാണത് എന്താണ് പേഴ്സ്വേഡ് ചെയ്യാനുള്ള കഴിവ് ഉള്ളത്. ഓക്കെ, then the sublime effect of literature for Longinus is sustained not by argument but by revelation or illumination. ഓക്കെ, ഇയാൾ പറയണത് എന്താണെന്ന് വെച്ചാൽ സബ്ലൈം എഫക്റ്റ് ലിറ്ററേച്ചറിൽ വരണമെങ്കിൽ എന്താണ് ആർഗ്യുമെന്റ് വഴി അത് നേടാൻ പറ്റില്ല. അതായത് ഈ തിയറി ബെസ്റ്റാണ്, ഈ തിയറി ഇതിനേക്കാൾ നല്ലതാണ്, അങ്ങനെയുള്ള ആർഗ്യുമെന്റ് വഴിയല്ല ഒരിക്കലും ഒരു സബ്ലൈം എഫക്റ്റ് ലിറ്ററേച്ചറിൽ വരിക. ബട്ട് ത്രൂ റെവലേഷൻ ആൻഡ് ഇല്യൂമിനേഷൻ. ഇല്യൂമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കാണിക്കുക. അപ്പോൾ എന്താണ് റിവീൽ ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ തോട്ടുകളെ ഇല്യൂമിനേറ്റ് ചെയ്യണം. നമ്മൾ അങ്ങനെയൊക്കെ പാടില്ല, ഇങ്ങനെയൊക്കെ പാടില്ല എന്ന് പറഞ്ഞ റൂൾസിൻ്റെ ഉള്ളിൽ മൂടി വെക്കരുത്. സോ ആള് പറയണതാണ് ലിറ്ററേച്ചറിൽ എന്താണ് ആർഗ്യുമെന്റേറ്റീവ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല, ബട്ട് റിവിലേഷൻ വഴി അല്ലെങ്കിൽ ഇല്യൂമിനേഷൻ വഴിയാണ് ഈ സബ്ലൈം എഫക്റ്റ് റിവീൽ ആവുള്ളൂ. ഇറ്റ്സ് അപ്പീൽ ഈസ് നോട്ട് ത്രൂ റീസൺ ബട്ട് വാട്ട് വി ഷുഡ് കോൾ ഇമാജിനേഷൻ. ഇവിടെ റീസണേക്കാൾ കൂടുതൽ ഇമാജിനേഷനാണ് ഇമ്പോർട്ടൻസ്. ഇത് റൊമാൻറ്റിക് തിയറിയിലെ പ്രധാനമായിട്ടുള്ള പോയിന്റാണ്. ഓക്കെ, ഇമാജിനേഷൻ, നമ്മുടെ ഉള്ളിൽ ഇമാജിനേഷൻ എന്താണോ അതിനാണ് അവിടെ ഇമ്പോർട്ടൻസ്, അല്ലാണ്ട് അവിടുത്തെ റീസൺ അല്ല. അതായത് ഇപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ ഇമാജിൻ ചെയ്തിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കി, ആ ക്യാരക്ടറിൽ മനുഷ്യന് പറക്കാനുള്ള കഴിവുണ്ട് എന്ന് എനിക്ക് എഴുതണം എന്നുള്ളതെങ്കിൽ ഞാനത് എഴുതണം. അല്ലാണ്ട് അയ്യോ ഇത് റീസൺ, അതായത് ഇത് റിയാലിറ്റിയിൽ വർക്കാവില്ല, റിയാലിറ്റിയിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്തയിൽ ഒരിക്കലും നമ്മൾ ക്രിയേറ്റ് ചെയ്യരുത്. അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഹി ബിലീവ്ഡ് ദാറ്റ് ദ ഓൺലി വേ ടു അച്ചീവ് സബ്ലൈം ഈസ് നോട്ട് ത്രൂ റീസൺ ബട്ട് ത്രൂ ഇമാജിനേഷൻ. റീസൺ വഴിയല്ല സബ്ലൈം സ്റ്റേറ്റിലേക്ക് ലിറ്ററേച്ചർ പോവുക, ഇമാജിനേഷൻ്റെ യൂസ് കൊണ്ടാണ്. ഇറ്റ്സ് എഫക്റ്റ് അപ്പോൺ മൈൻഡ് ഈസ് ഇമ്മീഡിയറ്റ്. അതായത് മൈൻഡിലാണ് ഈ സാധനം എഫക്റ്റ് ചെയ്യുക. അതങ്ങനെ തന്നെ അല്ലേ, നമ്മളൊരു സബ്ലൈം സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ ലൈഫിനെ കുറിച്ചോ നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ചോ നമ്മുടെ വിഷമങ്ങളെ കുറിച്ചോ ചിന്തിക്കില്ല. നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അത് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ചിന്തിക്കുള്ളൂ. സോ സബ്ലൈമിറ്റി ഓഫ് ലിറ്ററേച്ചറിൽ ആൾ പറയണത് മൈൻഡാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക.
Longinus showed the seeds of what would later become romantic criticism of Coleridge and ഷെല്ലി. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ലോഞ്ചിനസ് ആണ് ഈ ഒരു കോൺസെപ്റ്റ്, കോളറിജും ഷെല്ലിയും പവർഫുൾ ഇമാജിനേഷനെ കുറിച്ചിട്ട് പറഞ്ഞ ആളുകളാണ് ഈ കോളറിജും ഷെല്ലിയും. ഇവർക്കൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് ലോഞ്ചിനസിന്റെ ഈ ഒരു വർക്കുകളാണ്. അപ്പോൾ ലോഞ്ചിനസിന്റെ ഈ ഒരു വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡുകൾ പോലെയാണ്. ഇയാൾ ഓൾറെഡി നമ്മളല്ലേ വിത്തിട്ട് പോയി. അപ്പോൾ ഇതിന്റെ ലോഞ്ചിനസ് കോൺസെപ്റ്റ് ഓഫ് സബ്ലിമിറ്റി ആണ് ഈ റൊമാൻറ്റിക് ക്രിട്ടിക്കുകൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഇനി ഇയാൾ ഒരു 5 സോഴ്സ് ഓഫ് സബ്ലിമിറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ 5 ടൈറ്റിൽ പഠിക്കണം, എന്താണെന്നുള്ളത് ഒരു 2 ലൈനുകൾ എഴുതാൻ അറിയണം. ഓക്കെ, അതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ലോഞ്ചിനസ് സെറ്റ്സ് ഔട്ട് 5 സോഴ്സസ് ഓഫ് സബ്ലിമിറ്റി, നെയിംലി grandeur of thought, capacity for powerful emotion, selective use of figure of speech, nobility of diction and a defined composition. ഈ 5 ഒരു നല്ല വർക്കിൻ്റെ ഉള്ളിൽ സബ്ലൈം ലിറ്ററേച്ചർ ആക്കിയിട്ട് ഒരു ലിറ്ററേച്ചറിനെ മാറ്റണമെങ്കിൽ ഒരാൾ ഉപയോഗിക്കേണ്ടത്. അത് അത്രേ ഉള്ളൂ. ഓക്കെ, ഹി ക്യാരക്ടറൈസസ് ഫസ്റ്റ് ആസ് ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. എന്നിട്ട് ഇതിൽ ആദ്യത്തെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചറിന്റെ ഗിഫ്റ്റാണ്. അതായത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ബ്രെത്ത് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പോലെ കിട്ടുന്ന സാധനമാണ് ഈ ആദ്യത്തെ ഗ്രാൻഡർ ഓഫ് തോട്ടും കപ്പാസിറ്റി ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്നും ആണ് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ റിമൈനിങ് 3 ആസ് ഗിഫ്റ്റ് ഓഫ് ആർട്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 3 5 ബാക്കിയുള്ള 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിന്റെ ഗിഫ്റ്റ് ആണ്. ആദ്യത്തെ 2 ദൈവികമായിട്ടുള്ള ഗിഫ്റ്റ്, പിന്നെ ആർട്ട് നമുക്ക് തരുന്ന ഗിഫ്റ്റ്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുക, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. സിൻസ് ബോത്ത് നേച്ചർ ആൻഡ് ആർട്ട് കോൺട്രിബ്യൂട്ട് ടു സബ്ലിമിറ്റി. നേച്ചറും ആർട്ടും ഒരേപോലെ സബ്ലിമിറ്റി അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതെല്ലാം റൊമാൻറ്റിസിസത്തിന്റെ ബേസിക്സ് ആണ്. ലോഞ്ചിനസിന്റെ ആർട്ട് ഓഫ് സബ്ലിമിറ്റി നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. വാസ് എ ടേണിംഗ് പോയിന്റ് ടു റൊമാൻറ്റിക് ക്രിട്ടിക്സ്. ഹി ബിലീവ്ഡ് ദാറ്റ് ആർട്ട് ബിക്കം സബ്ലിം ഓൺലി ഇൻ ദ മൈൻഡ്, അല്ലെങ്കിൽ ആർട്ട് ബിക്കം സബ്ലിം ത്രൂ നേച്ചർ. അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ പറയാം. ഓക്കെ, സോ ഇനിയുള്ളതിൽ ഒരു 5 പോയിന്റുകൾ, അതിൽ ഓരോന്നും എന്താണെന്ന് പറയണേ. ഗ്രാൻഡർ ഓഫ് തോട്ട്. ഓക്കെ, ഈ മാർക്ക് ചെയ്തത് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. ലോഞ്ചിനസ് റെക്കഗ്നൈസസ് ദാറ്റ് തോട്ട് ആൻഡ് ലാംഗ്വേജ് ഇൻ ലിറ്ററേച്ചർ ആർ ദ most part interfold each in the other. This means that how much ever we may discuss about words or style, writing is primarily thoughts. ഗ്രാൻഡർ ഓഫ് തോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏത് ഭാഷയിൽ ഏത് ലിറ്ററേച്ചർ എന്തും ആവട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ പറയാറുള്ള കാര്യങ്ങളാണ്. ഈ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂള് മനുഷ്യന്റെ ബ്രെയിനാണ്, മനുഷ്യന്റെ തോട്ടുകളാണ്, മനുഷ്യന്റെ ചിന്തകളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഒരു ദരിദ്രനെ ഒരു കാശുള്ളവനാക്കുന്നതും കാശുള്ളവനെ ദരിദ്രനാക്കുന്നതും എല്ലാം അവൻ്റെ മൈൻഡാണ്. സോ തോട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് ലോഞ്ചിനസ് പറയണത്. ദൈവികമായി കരുതുന്നൊരു പോയിന്റാണ് കേട്ടോ. പറയണത് എന്താണെന്ന് വെച്ചാൽ, ഹൗ മച്ച് നമ്മൾ വേർഡ്സിനെ കുറിച്ച് ചിന്തിക്കുന്നോ, ആ വേർഡ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന തോട്ട്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ഒരു പോയം എഴുതുമ്പോൾ, ഒരു ലിറ്റററി വർക്ക് എഴുതുമ്പോൾ എങ്ങനെ ആ വേർഡ്, എങ്ങനെ പോയത്തെ നമ്മൾ പ്രസന്റ് ചെയ്യണു എന്നുള്ള ആ ചിന്തയില്ലേ, അതിനാണ് ഈ ഗ്രാൻഡർ ഓഫ് തോട്ട് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തോട്ട് ആൻഡ് ലാംഗ്വേജ് ഇൻ ലിറ്ററേച്ചർ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആൻഡ് ഹി ബിലീവ്സ് ദാറ്റ് തോട്ട്സ് ആർ ആക്ച്വലി ദ പേവിംഗ് പോയിന്റ് ഓഫ് ലാംഗ്വേജ്. വേർഡ്സ് ഉണ്ടാക്കുന്ന മെയിൻ ഐഡിയ തോട്ടാണ്. അപ്പോൾ തോട്ടിനാണ് ലോഞ്ചിനസ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് ഈ പോയിന്റിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ദിസ് പ്രൈമസി of thought is central to Longinus' idea, and therefore first source that he lists, the sublime, stems from the realm of mind of the author. ആള് പറയണത് തോട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഓതറിന്റെ മൈൻഡിന്റെ റലത്തിനാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ആദ്യം കാണേണ്ടത്. അല്ലെ, ദൈവം നമുക്ക് നല്ല ചിന്ത തന്നാലേ നമുക്ക് നല്ല രീതിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മൈൻഡിന്റെ റലമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓഫ് ദി ഓൾ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഗ്രാൻഡർ ഓഫ് തോട്ടിൽ. ഓക്കെ, ഇനി പറയണത് കപ്പാസിറ്റി ഫോർ പവർഫുൾ ഇമോഷൻ. സെക്കൻഡ് സോഴ്സ് ഓഫ് സബ്ലൈം ഈസ് എ വെഹമറന്റ് ആൻഡ് ഇൻസ്പയർഡ് പാഷൻ. തോട്ട് ആൻഡ് പാഷൻ ആർ സെൻട്രൽ ടു Longinus' theory of sublime, just as centuries after him, truth and seriousness were central to Matthew Arnold's literary criticism. Though towards the end of the treatise, Longinus proposes to deal with the matter of emotion
or passion in detail, the content is not available to us. Whatever Longinus said about passion and thought also refers to the idea that true poet is one who led the divine frenzy of inspiration. അതായത് ഇത്തരം തോട്ടുകൾ, ഓക്കെ, ഇത്തരം തോട്ടുകൾ ആണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, സെക്കൻഡ് സോഴ്സ് ഓഫ് സബ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്പയർഡ് തോട്ട് പാഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുന്ന തോട്ട്സ് പവർഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ക്വാളിറ്റി തോട്ട്സ് ആണ് ഇത്തരം പവർഫുൾ ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് എഴുതാനായിട്ട് എന്താണ് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഞാൻ ഇതിൽ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്, ലാസ്റ്റ് എന്നുള്ള ഒരു 5ാമത്തെ ലൈൻ വായിക്കുകയാണ് കേട്ടോ. Longinus' idea about emotion, unlike Aristotle's catharsis, does not bear the moral burden. He valued emotion essentially as an instinct for aesthetic passion that is capable of transporting both the poet and reader to a realm that may even confound our judgment and eclipse of our reason, but nevertheless illuminate a vivid subject experience like flash of lightning. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ലോഞ്ചിനിയസിൻ്റെ ഐഡിയ അബൌട്ട് ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടലിൻ്റെ കഥാർസിസ് പോലെ അല്ല. അതായത് അരിസ്റ്റോട്ടൽ പറയേണ്ട ഒരാളുടെ ഉള്ളിൽ കഥാർസിസ് നടക്കണം, ഒരു ഇമോഷൻ ഒരാളെ പ്യൂരിഫൈ ചെയ്യണം. പക്ഷെ ഇയാൾ അങ്ങനെയൊന്നും പറയണില്ല. ഇയാൾ പറഞ്ഞെന്താ, ഒരു ഇമോഷൻ ഇയാളെ, അതായത് ഒരു വ്യൂവറെ അല്ലെങ്കിൽ റീഡറിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതായാൽ മാത്രം മതി. ഓക്കെ, സബ്ലൈമിൽ പറയണത് അതാണ്. ഓക്കെ, ഹി സേസ് ദാറ്റ് ഇമോഷൻസ് ഷുഡ് നോട്ട് ബി ലൈക്ക് എ കഥാർസിസ് ലൈക്ക് അരിസ്റ്റോട്ടൽസ് കോൺസെപ്റ്റ്. അതായത് ഇമോഷൻ കൊണ്ട് ആൾ നന്നാവൊന്നും വേണ്ട. റാദർ ദീസ് ഇമോഷൻസ് ആഫ്റ്റർ റീഡിങ് എ ലിറ്റററി വർക്ക് ഷുഡ് ട്രാൻസ്ഫർ ദ പേഴ്സൺ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അയാളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതായിരിക്കണം. അത്രയാണ് ഇതിനകത്ത് പറയണുള്ളൂ. ഓക്കെ, ദെൻ തേർഡ് ഈസ് യൂസ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച്. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണം തന്നെയാണ്. ഒരു ലിറ്റററി വർക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കണത് അതിൻ്റെ ഫിഗർ ഓഫ് സ്പീച്ചുകളാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, പേഴ്സോണിഫിക്കേഷൻ, സിമിലി, മെറ്റഫർ, ആ കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. Longinus devoted nearly 1/3 of his treatise to subject matter of figures of speech. He was a rhetorician, well trained in composition and rule of art, including the use of words, meters, and polished linguistic capabilities. സെയിം സാധനം പറഞ്ഞിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ആൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ട്രീറ്റീസിലുള്ള ഒന്നാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ലിറ്റററി വർക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഫിഗർ ഓഫ് സ്പീച്ചുകൾ നന്നാവുമ്പോഴാണ്. ഓക്കെ, ഫിഗർ ഓഫ് സ്പീച്ചസ് മാക്സിമം എന്താണ്, പോളിഷ് ലിംഗ്വിസ്റ്റിക് ക്യാപ്പബിലിറ്റീസ്. അത് എത്രത്തോളം നമ്മൾ പോളിഷ് ചെയ്യണോ നമ്മുടെ ലിംഗ്വിസ്റ്റിക് ക്യാപ്പബിലിറ്റീസും ഇംപ്രൂവ് ആവും. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ്, നൊബിലിറ്റി ഓഫ് ഡിക്ഷൻ. ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളുടെ കുറിച്ചിട്ടുള്ള അറിവിനെയാണ് ഡിക്ഷൻ. ഡിക്ഷണറി എന്ന് കേട്ടിട്ടില്ലേ, വാക്കുകളുടെ ഒരു കളക്ഷൻ ഓഫ് ബുക്സിന് ഡിക്ഷണറി പറയാം. The fourth source of sublime is heightened sensitivity to qualities of words and to the potentialities of imaginary. നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ള 4ാമത്തെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി വേർഡ്സ് ചൂസ് ചെയ്യാനുള്ള കഴിവിനെയാണ്, അല്ലെങ്കിൽ ആ ഇമേജറി കാണിക്കുന്ന വേർഡ്സുകൾ ചൂസ് ചെയ്യാനുള്ള കഴിവ്. ഞാൻ പറയാറുണ്ട്, ചില പോയംസ് നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ വാക്കുകളും അല്ലേ, ഭയങ്കര ഇമേജറി ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. നമ്മൾ ചില പോയംസ് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇമേജ് ഇങ്ങനെ മൈൻഡിൽ കാണുമെന്ന് പറയാറില്ലേ. അപ്പോൾ ഇമേജറി ഉള്ള ഡിക്ഷൻ യൂസ് ചെയ്യലാണ്, സെലക്ട് ചെയ്യലാണ് വേറൊരു കീ പോയിന്റ്. ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡ്സ് ദ ചോയ്സ് ഓഫ് വേർഡ്സ്, ദെയർ ഓർഡർ, അറേഞ്ച്മെന്റ്. വാക്കുകൾ, അവരുടെ ഓർഡർ, അറേഞ്ച്മെന്റ്, യൂസ് ഓഫ് മെറ്റഫർ, അതുപോലെ തന്നെ എംബലിഷ് ലാംഗ്വേജ്, അങ്ങനത്തെ പല പല കാര്യങ്ങളും. സോ ഫോർത്ത് പോയിന്റ് ആയിട്ട് ആൾ പറഞ്ഞിട്ടുള്ളത് ഡിക്ഷൻ്റെ യൂസ്, അതായത് വേർഡുകൾ ഒരു ഇമേജ് പോലെ കാണിച്ചു തരാൻ കഴിവുള്ള രീതിയിലുള്ള യൂസ് തന്നെയാണ് നൊബിലിറ്റി ഓഫ് ഡിക്ഷനിൽ പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, dignity of composition. As the fifth source of sublime, Longinus considers the arrangement of words. Words should be ordered so that they blend thought, emotion, figures, and words themselves. That is all the preceding 4 elements of sublimity into harmonious whole. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടെ നമ്മൾക്ക് കമ്പോസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് ആൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ്, ഓർഡേഴ്സ്, ഇമോഷൻ, ഫിഗർ ഓഫ് സ്പീച്ച് എല്ലാം
ഓക്കെ, ഈ മുന്നേ പറഞ്ഞ എല്ലാ പോയിന്റുകളെയും കമ്പോസ് ചെയ്യാനും കഴിവ് വേണം. ഒരു നല്ലൊരു എഴുത്തുകാരന് പല പല വാക്കുകൾ അവിടെയും ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ആ വാക്കുകൾ അയാളുടെ പോയത്തിലേക്ക് വേണ്ട രീതിക്ക് ഉപയോഗിക്കാൻ അറിയണം. സോ അതും ഒരു ഹാർമോണിയസ് ആയിട്ട്, അതായത് ഹാർമണി പറഞ്ഞാൽ അറിയില്ലേ, എല്ലാം നല്ല ട്യൂണിൽ പോകുന്നതിനാണ് ഹാർമണി എന്ന് പറയുക. ഓക്കെ, ഹാർമോണിയസ് ആയിട്ട് ലിങ്ക് ചെയ്യാനുള്ള കഴിവ് വേണം. സോ ഇതാണ് ആളുടെ 5 പോയിന്റുകൾ. ഓക്കെ, 5th സോഴ്സ് ഓഫ് സബ്ലിം. ദെൻ ഇയാളുടെ ഒരു റൊമാൻറ്റിസിസത്തെ കുറിച്ചിട്ടും ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്കിനി നെക്സ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഹിസ് റൊമാൻറ്റിസിസം ലാസ്റ്റ് പോയിന്റ് ആണ് ഈ മോഡ്യൂൾ കേട്ടോ. Longinus that he is a critic who tells the reader his own feeling after reading something and tells them with such energy that he communicates them. ഇതന്നെയാണ് റൊമാൻറ്റിസിസത്തിൻ്റെ ബേസ്. സബ്ജക്റ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണതാണ് റൊമാൻറ്റിസിസം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങളൊരു കാര്യം വായിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുള്ള പെർസ്പെക്റ്റീവിൽ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ സബ്ജക്റ്റീവ് തോട്ട് എന്ന് പറയും. ഓക്കെ, ലോഞ്ചിനസ് അതുപോലെയാണ് ക്രിട്ടിക് വർക്കുകൾ എഴുതിയത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അയാൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, അയാൾ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേക എനർജിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ഓക്കെ, റൊമാൻറ്റിസിസം എസെൻഷ്യലി ഇൻവോൾവ് ദ റെക്കോർഡിംഗ് ഓഫ് പേഴ്സണൽ റെസ്പോൺസ് ഓഫ് എ വർക്ക് ഓഫ് ആർട്ട്. ഇത് തന്നെയാണ് റൊമാൻറ്റിസിസത്തിലും നടന്നിട്ടുള്ളത്. അതായത് റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ അക്കൗണ്ട് ഓഫ് വർക്ക് ഓഫ് ആർട്ടാണ് റൊമാൻറ്റിസിസത്തിൽ പറയുന്നത്. ഇറ്റ് ഓൾസോ ഗേവ് പ്രൈമസി ടു ദി ഇൻഡിവിജ്വൽ ആസ് ദി ഓതർ ആൻഡ് എംഫസൈസ് ദി ഇൻഡിവിജ്വൽ സബ്ജക്റ്റീവ് കേപ്പബിലിറ്റി ഓഫ് ഇമോഷൻ ആൻഡ് പാഷൻ. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് ക്രിയേറ്റിവിറ്റി, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൻ്റെ തോട്ട്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തോട്ട് എന്താണ്, ഇതെല്ലാമാണ് റൊമാൻറ്റിസിസത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. ഇമോഷൻ, പാഷൻ, ഇതെല്ലാം. ദെൻ the direction of literary criticism from perspective method and the classical idea of perfection that were advanced by Plato and Aristotle and the other critics before him. He introduced the storm and fury of romantic moment. Okay, so ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ക്ലാസിക്കൽ ഐഡിയാസ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് റൂൾസ് ഉള്ള ഐഡിയാസ് നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോം ആൻഡ് ഫ്യൂരി ആയിട്ടാണ് വന്നത്. അതായത് ഭയങ്കര കാറ്റും കൊടുങ്കാറ്റും ആയിട്ടാണ് ഇയാളുടെ ഈ ലിറ്റററി വർക്ക് വന്നത്. കാരണം ഇത് വന്നപ്പോൾ ആളുകളൊക്കെ എന്തത് നിയമങ്ങളും റൂൾസൊന്നും ഇല്ല, ഒരാൾ പറയണ പോലെ തോന്നിയ പോലെ പറയണ പോലെ ലിറ്റററി വർക്കായിട്ട് ഇയാൾ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹൗവർ ലോഞ്ചിനസ് ഓൾസോ ടെംപ്റ്റഡ് ദ ഫൗണ്ടേഷൻ ഓഫ് റൊമാൻറ്റിസിസം വിത്ത് ബെസ്റ്റ് ഓഫ് ക്ലാസിസിസം. ഇയാളുടെ വർക്ക് എന്താണ്, ഫൗണ്ടേഷൻ ഉണ്ടാക്കി റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇംഗ്ലീഷിൽ കൊണ്ടുവരാൻ. അതുപോലെ തന്നെ ക്ലാസിക്കൽ വർക്കുകൾ ഇയാൾ എതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഫോർ മോഡേൺ റീഡർ ഡിഫറൻഷിയേറ്റ് ലോഞ്ചിനസ് ഫ്രം ഹിസ് പ്രെഡിസസർ ഈസ് ഹിസ് ഈഗർനെസ് ടു പുട്ട് ഫിംഗർ ഓൺ ദ ക്വാളിറ്റീസ് ഓഫ് ഇമാജിനേറ്റീവ് ലിറ്ററേച്ചർ. ഓക്കെ, അതായത് പ്ലാറ്റോ അരിസ്റ്റോട്ടിലൊക്കെ ഇമാജിനേറ്റീവ് ലിറ്ററേച്ചർ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്താ ചെയ്തത്, ഇമാജിനേറ്റീവ് ലിറ്ററേച്ചർ വെച്ചിട്ട് തന്നെ ഒരു തിയറി ഉണ്ടാക്കി. അപ്പോൾ ഇമാജിനേറ്റീവ് ലിറ്ററേച്ചറിൻ്റെ ക്വാളിറ്റീസ് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഇയാൾ അതിൻ്റെ ഒരു പ്രെഡിസിസർ ആയിരുന്നു, നമ്മൾ പറഞ്ഞ ഒരു പിൻഗാമി ആയിരുന്നു. which resist quantification by rule and percept and which cannot be attained by technical enterprise alone. ഞാൻ ജസ്റ്റ് അതാ പറയുന്നുള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു തോട്ടിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിനും ഇമാജിനേറ്റീവ് ലിറ്ററേച്ചറിൻ്റെയും ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു ലോഞ്ചിനസ്. ഇയാളാണ് റൊമാൻറ്റിസിസം സ്റ്റാർട്ട് ചെയ്തത്. റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇമാജിനേറ്റീവ് ആയിട്ട് സ്വന്തമായിട്ടുള്ള ചിന്തകളിൽ നിന്നിട്ടുള്ള ലിറ്ററേച്ചർ ക്രിയേറ്റ് ചെയ്യുക, ഇതിനൊക്കെ ബേസ് കൊടുത്ത ആളാണ് ലോഞ്ചിനസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.